വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദാനിയേൽ പുസ്തകത്തിന്റെ 12-ാം അധ്യായം. അവസാന കാലത്തെ മഹാകഷ്ടം, ഉയർപ്പിന്റെ വാഗ്ദാനം, ദൈവജനത്തിന്റെ അന്തിമ വിജയം എന്നിവയെക്കുറിച്ച് ശക്തമായ പ്രത്യാശ നൽകുന്നു. ദൈവജനത്തെ രക്ഷിക്കാൻ മഹാദൂതനായ മിഖായേൽ എഴുന്നേൽക്കും. ലോകത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്തത്ര വലിയ കഷ്ടകാലം വരും. എന്നാൽ ദൈവജനത്തിന്റെ പേരിൽ എഴുതപ്പെട്ടവർ രക്ഷിക്കപ്പെടും. പലരും പൊടിയിൽ നിന്ന് എഴുന്നേൽക്കും, ചിലർ നിത്യജീവനിലേക്കും ചിലർ നിത്യലജ്ജയിലേക്കും. ജ്ഞാനികൾ ആകാശത്തിലെ പ്രകാശം പോലെ പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കും. ദാനിയേലിനോട് പുസ്തകം അവസാന കാലം വരെ മുദ്രയിടാൻ പറയുന്നു. ദാനിയേലിനോട് നീ വിശ്രമിക്കും, അവസാനം നിന്റെ അവകാശം ലഭിക്കുമെന്ന് ദൈവം ഉറപ്പു നൽകുന്നു. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും പിന്തുടരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് ഡ്യൂട്രോ കാനോനിക്കൽ ഭാഗങ്ങളായി സൂസന്നയുടെ കഥ എന്നൊരു അധിക ഭാഗം 13-ാം അധ്യായത്തിലും ബേലിന്റെയും ഡ്രാഗണിന്റെയും കഥ 14-ാം അധ്യായത്തിലും വിവരിച്ചിരിക്കുന്നു. സൂസന്ന ഭക്തയായ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. 2 ദുഷ്ടമൂപ്പന്മാർ അവളെ മോഹിച്ച് അവളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. സൂസന്നയെ വ്യഭിചാരിണിയെന്ന് ആരോപിച്ചു. ദാനിയേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് സൂസന്നയെ രക്ഷിക്കാൻ ഇടപെട്ടു. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ രക്തം ചൊരിയരുത്, ഞാൻ നിരപരാധിയായ സ്ത്രീയെ രക്ഷിക്കും. ദാനിയേൽ മൂപ്പന്മാരെ വേർതിരിച്ച് ചോദ്യം ചെയ്തു. അവരുടെ കള്ളക്കുറ്റം തെളിഞ്ഞു. സൂസന്ന കുറ്റവിമുക്തയായി. മൂപ്പന്മാർക്ക് ശിക്ഷ ലഭിച്ചു. ദാനിയേൽ 14-ാം അധ്യായത്തിൽ രാജാവും ജനങ്ങളും ബേലിനെയും ഡ്രാഗണിനെയും യഥാർത്ഥ ദൈവമെന്ന് കരുതി. ദാനിയേൽ വിഗ്രഹം ജീവിക്കുന്നില്ലെന്നും പുരോഹിതന്മാർ രഹസ്യവാതിലിലൂടെ വിഗ്രഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതായും തെളിയിച്ചു. ബാബിലോണിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു വലിയ ഡ്രാഗണിനെ ദാനിയേൽ കൊന്നു. ജനങ്ങൾ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. എന്നാൽ ദൈവം അവനെ രക്ഷിച്ചു. ദൈവത്തിന്റെ ദൂതന്റെ സഹായത്തോടെ ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു. ഒടുവിൽ ദാനിയേൽ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദാനിയേൽ 14:42 ഇപ്രകാരം വായിക്കുന്നു. അന്ന് രാജാവ് പറഞ്ഞു, ദാനിയേലിന്റെ ദൈവം മഹാനാണ്, അവൻ ജീവിക്കുന്ന ദൈവം. ദാനിയേലിന്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.